ഇന്ന് സ്വല്പനേരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സത്യസന്ധത എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ എല്ലാ മേഖലകളിലും അവന്റെ വാക്കിലും പ്രവൃത്തിയിലും അവന്റെ ഏത് കാര്യത്തിലും സത്യസന്ധരായിരിക്കണം. അത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗത്ത് സത്യസന്ധതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. നിങ്ങൾ സ്വയം സത്യസന്ധരാവണം, അതോടൊപ്പം സത്യസന്ധരായ ആളുകളോട് കൂടെയാവണം നിങ്ങൾ എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നതായി കൊണ്ട് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹു തആല നമ്മെ വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വകൂനു മഅസ്വാദിഖീൻ, അതേപോലെ നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവുകയും ചെയ്യുക. സ്വയം സത്യസന്ധരാവണം, സത്യസന്ധരായ ആളുകളോട് കൂടെയാവണം നിങ്ങളുടെ ജീവിതം എന്നും ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യസന്ധരായ ഒരു മനുഷ്യൻ ജീവിച്ചാൽ എന്താണ് അവനുള്ള ഗുണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി, സത്യസന്ധത അത് നന്മയിലേക്ക് അവനെ നയിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ ഗുണമുള്ള കാര്യം, ഗുണം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കും. മാത്രമല്ല വ ഇന്നർ റജുല ലയസ്തഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ഒരു മനുഷ്യൻ അവന്റെ നിഖില മേഖലകളിലും സത്യസന്ധനായി ജീവിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ സിദ്ദീഖ്, അധികമായി സത്യം പറയുന്നവൻ, അത് വലിയ ഒരു പദവിയാണ്. ഈ പദവിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ രേഖപ്പെടുത്തും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലൂടെ എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിനോട് നിസ്കാരത്തിലൂടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുആയുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണേ അല്ലാഹുവേ. ഏതാണ് ആ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴി. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട്, ആരാണ് അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ? അത് മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, പ്രവാചകന്മാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, നന്മയിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ ഫാത്തിഹയിലൂടെ ഏതൊരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയാണോ നമ്മൾ ദുആ ചെയ്യുന്നത് എങ്കിൽ ആ ദുആയുടെ ഒരു പരിണിത ഫലം സത്യസന്ധനായി ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്നാണ്. അനുഗ്രഹം ചെയ്ത വഴിയിലൂടെ ഞങ്ങളെ ചേർക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ ആ അനുഗ്രഹം ചെയ്ത ഒരു വിഭാഗമാണ് സത്യവാന്മാർ, സിദ്ദീഖുകൾ. ഈ സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തും ആരെ? സത്യസന്ധരായി ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ എന്നതാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകത്ത് കണ്ണോടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇല്ലായ്മയായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് സത്യസന്ധത. ഏത് മേഖലകളിലും വേണം അത്. ഒരു ഉസ്താദായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റേതായ മേഖലകളിൽ ഒരു സത്യസന്ധത വേണം. എന്നെവിടെ ഏൽപ്പിച്ച കാര്യങ്ങൾ, അതിലപ്പുറത്തേക്ക് ഞാൻ എന്റെ റബ്ബുമായിട്ടുള്ള ഒരു കാര്യം, അതിൽ ഞാൻ സത്യസന്ധനായിരിക്കണം. ഏതൊരു കാര്യത്തിലും ഒരു പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇനി അവിടെ അങ്ങോട്ട് പോയാൽ ഒരു രാജ്യത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെല്ലാവരും സത്യസന്ധരായി കൊണ്ട് വർത്തിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സത്യസന്ധത ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയായി കഴിഞ്ഞാൽ ആളുകൾ നിയമം സ്വയം കയ്യിലെടുക്കാനും അവർക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് അത് പതിച്ചു പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അസത്യവാന്മാരോടുകൂടെ നിങ്ങൾ ആവരുത്, വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടുകൂടെ ആവണം. സത്യസന്ധതയ്ക്ക് എത്രത്തോളം ഇസ്ലാം വില കൽപ്പിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നബി തങ്ങൾ മക്കയിൽ മർദ്ദ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ
നല്ല രീതിയിൽ ആളുകളെ നല്ലവരായി ജീവിക്കാൻ ജനങ്ങളെ ക്ഷണിച്ചതിന്റെ പേരിൽ മക്കയിൽ നിന്ന് നബി തങ്ങളെ പുറത്താക്കാൻ എന്നല്ല വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു ഖുറൈശികൾ. നബി തങ്ങൾ രാത്രിയിൽ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട് വീട്ടിൽ. പുലരുമ്പോൾ നബി തങ്ങൾ എണീറ്റ് വരുന്ന സമയത്ത് ആ നാട്ടിലെ പ്രപാതമായ എല്ലാ കുടുംബത്തിൽ നിന്നുമുള്ള ഓരോ യുവാക്കൾ അണിനിരത്തി നബി തങ്ങൾ വരുമ്പോൾ തന്നെ വെട്ടിക്കൊല്ലുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ഈ പ്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ നേരത്തെ അറിയിച്ചു. നബി തങ്ങളോട് മക്കയിൽ നിന്ന് ഹിജ്റ പോവാൻ പറഞ്ഞു. ആ ഘട്ടം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഉറങ്ങിക്കിടന്ന അലിയാരി തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, ഓ അലിയെ എഴുന്നേൽക്കുക. എന്നിട്ട് നബി തങ്ങളെ വിശ്വസ്തനായി ഏൽപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, സ്വത്തുക്കൾ നബി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. മക്കയിലുള്ള ആളുകൾ അവർ കച്ചവടത്തിന് പോകുമ്പോൾ ഇന്നത്തെ ബാങ്കിംഗ് സിസ്റ്റം ഒന്നുമില്ലല്ലോ. അന്നുണ്ടായിരുന്നത് ആ നാട്ടിലെ വിശ്വസ്തനായ ഒരാളെ അവരുടെ സമ്പത്തുകളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. നബി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു ഒരുപാട് ആളുകൾ. ആ നബി തങ്ങളെ സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പല ആളുകളും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുന്നത്. ആ സമയത്തും നബി തങ്ങൾ അലിയാരി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, അലിയെ, ഇന്നാലിന്ന സ്വത്ത് ഇന്നവന്റേതാണ്, ഇത് ഇന്നവന്റേതാണ്, ഇത് അവന് കൊടുക്കണം, ഇത് അവൻ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഘട്ടത്തിലും തന്നെ കൊല്ലാൻ വന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ആ ഒരു കടബാധ്യത വിശ്വസിച്ച് ഏൽപ്പിച്ച മുതൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഓരോ ആളുകളുടെയും പേര് പറഞ്ഞ് അലിയാരി തങ്ങളെ ഏൽപ്പിച്ചു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രംഗം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നാട്ടുകാർ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? അൽ അമീൻ എന്നതായിരുന്നു. സത്യസന്ധൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമൂഹം വിളിച്ചിരുന്നത്. സത്യസന്ധനായിരുന്നു നബി തങ്ങൾ ഏത് മേഖലകളിലും. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം കൊള്ളാൻ വരുന്ന ആളുകൾക്ക് പോലും അവരെ ഏൽപ്പിച്ച ആ സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊണ്ടുപോവാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ വർത്തമാന കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? പള്ളി പരിപാലനവുമായി വഖഫിന്റെ സ്വത്ത് അപഹരിച്ചതായ മുസ്ലിം നാമധാരികളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ക്ഷേത്രങ്ങളുടെ പേരിൽ കൊള്ളയടിക്കപ്പെട്ടതായ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരാളാണോ അത് സൂക്ഷിക്കാൻ അർഹതപ്പെട്ടത് എങ്കിൽ അവർ തന്നെ അത് ഉപയോഗിക്കുന്ന, അവർ തന്നെ അതിൽ കള്ളത്തരം കാണിക്കുന്ന നെറികെട്ടതായ ഒരു സംവിധാനത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങളുടെ ഈ ഒരു ചരിത്രമാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല നബി തങ്ങളെ എത്രത്തോളം സത്യസന്ധനായി അൽ അമീനായി ആ സമൂഹം അംഗീകരിച്ചിരുന്നു എന്നത് വിശുദ്ധ ഖുർആനിന്റെ, വിശുദ്ധ ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം ചെയ്യാൻ നബി തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചതായ സന്ദർഭം നബി തങ്ങൾ സഫാ കുന്നിലേക്ക് കയറി. നമുക്കറിയാമല്ലോ സഫാ മർവ എന്ന് പറയുന്ന ഹജ്ജിന്റെയും ഉംറന്റെയും ഒക്കെ സഈന്റെ പ്രധാനമായിട്ടുള്ള ആ ഒരു സ്ഥലം ഇന്ന് കാണുന്നത് പോലെ എയർ കണ്ടീഷൻ ചെയ്തതായ സംവിധാനമൊന്നുമല്ല. അന്നൊരു കുന്നാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അതൊരു കുന്നിൻ പ്രദേശമാണ്, ഒരു ഒരു പാറകളാൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ കുന്നിലേക്ക് കയറിയാൽ അതിന്റെ മറുവശം ഇപ്പുറത്തുള്ള മക്കക്കാരായ ആളുകൾക്ക് കാണാൻ കഴിയില്ല. ആ സഫാ കുന്നിലേക്ക് നബി തങ്ങൾ കയറി. എന്നിട്ട് മക്കക്കാരെല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് മക്കക്കാരോട് പറഞ്ഞു, ഓ അഹ്ലു മക്ക, മക്ക നിവാസികളെ, നിങ്ങളോട് ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ പോവുകയാണ്. എല്ലാവരും സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് നബി തങ്ങൾ പറയുന്നത് എന്ന്. എല്ലാവരെയും വിളിച്ചു. നബി തങ്ങൾ വിളിക്കുമ്പോൾ അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നബി തങ്ങളെ അവർ വിളിക്കുന്നത് അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ
സത്യസന്ധൻ എന്നൊക്കെയാണ്. നബിതങ്ങൾക്ക് സമ്പത്ത് കുറവാണെങ്കിലും ഒരുപാട് ആളുകൾ നബിതങ്ങളെ സൂക്ഷിച്ച് ഏൽപ്പിച്ച ഒരുപാട് സ്വത്തുക്കൾ നബിതങ്ങളുണ്ട്, നബിതങ്ങളുടെ അടുക്കലുണ്ട്. നബിതങ്ങളുടെ അടുക്കൽ ഏൽപ്പിച്ചാൽ അത് പാഴായി പോവില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നബിതങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ പോലും നബിതങ്ങളുടെ അടുത്തായിരുന്നു ഇത്തരത്തിലുള്ള അമാനത്ത് സ്വത്തുക്കൾ ഏൽപ്പിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെയുള്ള നബിതങ്ങളാണ് വിളിക്കുന്നത്. ആർക്കും വരാതിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും മുന്നിലെത്തിയപ്പോ നബിതങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? ഞാൻ ഈ നിൽക്കുന്ന ഈ പർവ്വതം, ഈ സഫാ കുന്നിന്റെ പുറകുവശത്ത് നിങ്ങൾ അതിക്രമിക്കാൻ വേണ്ടി വലിയ ഒരു സംഘം വന്ന് നിൽപ്പുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അവർ ഒന്നടങ്കം പറഞ്ഞു, അതേ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അൽ അമീനാണ്. നീ ഇന്നുവരെ ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. നീ ഇന്നുവരെ ഒരു വേണ്ടാതീനവും സത്യത്തിന് നിരക്കാത്തതൊന്നും നീ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ അങ്ങനെ പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഈ പോയിന്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതിന്റെ ബാക്കി നബി തങ്ങൾ പറഞ്ഞത്, എന്നാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ വസ്തുക്കൾ, അതും നിങ്ങളുടെ പോലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതിനൊരു കഴിവുമില്ല. ആ ബിംബങ്ങളെയും ആ രൂപങ്ങളെയും നിങ്ങൾ തന്നെ ദൈവങ്ങളായി സങ്കല്പിക്കുന്ന ജീവികളെയും ജീവനുള്ളതുമല്ലാത്തതുമായ വസ്തുക്കളെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ മഴ പെയ്യിപ്പിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും ചലിപ്പിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് മാത്രമേ നിങ്ങൾ വണങ്ങാവൂ. ആ സൃഷ്ടാവിന് മാത്രമേ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കാവൂ. അതല്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മരണശേഷം ഭയാനകമായ ഒരു അവസ്ഥയാകുന്നു എന്ന ഈ സന്ദേശം കേട്ടപ്പോൾ അതുവരെ സത്യസന്ധൻ എന്ന് പറഞ്ഞിരുന്ന നബിതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി എന്നതാണ് ചരിത്രം. പക്ഷേ ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ ഭാഗം, ഇതിന്റെ പുറകുവശത്തൊരു സൈന്യമുണ്ട്, നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? അതേ മുഹമ്മദേ, വിശ്വസിക്കും. നീ സത്യസന്ധനാണ്. നീ ഇന്ന് വരെ ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കും എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അവിടുന്ന് സത്യസന്ധനായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തിരുവചനങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അതെന്താ? അങ്ങനെയാണ്. ലോകം ഏത് രീതിയിൽ കള്ളത്തരത്തിലൂടെ ജീവിച്ചാലും ഒരു മുഅ്മിനായ മനുഷ്യന് കള്ളത്തരം, അസത്യം അതിൽ പ്രവർത്തിക്കാനോ അതിന് കൂട്ടുനിൽക്കാനോ കഴിയില്ല. അതൊരു മുഅ്മിനായ മനുഷ്യന് സാധിക്കാത്ത ഒന്നാണ്. സത്യസന്ധതയോടുകൂടെ കച്ചവടം നടത്തുന്നതായ ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അവൻ മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഫാത്തിഹ സൂറത്തിലൂടെ എന്ത് ആവാനാണോ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും ശുഹദാക്കളോടും കൂടെ ഞങ്ങളെ ചേർക്കണേ, അത് അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയാണ് എന്ന് ഫാത്തിഹയിലൂടെ പ്രാർത്ഥിക്കുന്ന അതിന്റെ അതേ ഒരു ഫലം ലഭിക്കും ആർക്ക്? അസ്വാദിഖുൽ താജിറുൽ അമീൻ. ഹദീസിന്റെ വചനം അങ്ങനെയാണ്. സത്യസന്ധനായ, വിശ്വസ്തനായ, കള്ളത്തരം കാണിക്കാത്ത ഒരു ബിസിനസ്സുകാരൻ. എന്താ അതിന്റെ ആശയം? ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും വളരെ കൂടുതൽ അസത്യവും വഞ്ചനയും കേറി വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. വഞ്ചനകൾ നടത്തിയാൽ ധാരാളം ലാഭം കിട്ടുന്നതായ ഒരു മേഖലയാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ അതിൽ സത്യസന്ധത പുലർത്തുന്ന ഒരാൾ ആരോടുകൂടെയാണ്? ശുഹദാക്കളുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാൽ അല്ലാഹു തആലയോട് ഭൂമിയിലേക്ക് എനിക്ക് ഒന്നും കൂടെ മടങ്ങിപ്പോണം, വീണ്ടും എനിക്ക് ഷഹീദായി മരിക്കണം എന്ന് ഭൂമിയിലേക്ക് സ്വർഗാവകാശിയായ ഒരാൾ ഭൂമിയിലേക്ക് തന്നെ പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗം അവർ ശുഹദാക്കളാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാൽ ഇനി ഭൂമിയിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂല. പക്ഷെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവർ ശുഹദാക്കളാണ്. എന്താണ്? അത്രത്തോളം മഹത്വം അവർക്ക് അല്ലാഹു തആല അവിടെ നൽകുമ്പോ വീണ്ടും ഈ മഹത്വം ഞങ്ങൾക്ക് വേണം എന്നാഗ്രഹിച്ച് ഭൂമിയിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. ആ ശുഹദാക്കളോട് കൂടെ ആയിരിക്കും ആര്? അത്താജിറുൽ അമീൻ, സത്യസന്ധമായ ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരൻ.
അപ്പൊ അതിന്റെ ആശയം എന്താണ്? അത്രത്തോളം ശ്രദ്ധിക്കണം, അത്രത്തോളം പ്രയാസമാണ് അത് എന്നാണ്. ലാഭങ്ങൾ ചിലപ്പോൾ കുറയും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ നിന്റെ ആ മേഖലകളിൽ നീ സത്യസന്ധനാണോ എങ്കിൽ നിനക്ക് പരലോകത്ത് ഒരുപാട് ഗുണമുണ്ട് എന്നതാണ് ഹദീസിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സത്യസന്ധരായി വർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.